തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ആയിട്ടില്ലെങ്കിലും സുരേഷ് ഗോപി ഓൾറെഡി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം താങ്കൾ അവരെ തുരങ്കം വെക്കുന്ന ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. അതൊരു ചാനൽ ചർച്ചയിൽ തൃശ്ശൂരിലെ പാലിയൂർ സെൻറ്റ് തോമസ് ചർച്ച് ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ BJP ഉണ്ടാക്കുന്ന വലിയൊരു നേട്ടത്തെ തുരങ്കം വെക്കില്ലേ? കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ജ്ഞാൻവാബി വിഷയവുമായി ബന്ധപ്പെട്ടും അതേപോലെ താജ്മഹൽ വിഷയവുമായി ബന്ധപ്പെട്ടും നടത്തിയൊരു ചർച്ചയിൽ ആണ് ഈ ഒരു അഭിപ്രായം പറയാനിടയായത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇപ്പോൾ മുഗള അധിനിവേശ കാലത്ത്, മുസ്ലിം അധിനിവേശ കാലത്ത് ഭാരതത്തിലെ പല കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ 3000-ലേറെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും പലതും അത് പള്ളികളാക്കി മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അപ്പോൾ അങ്ങനെ പള്ളികളാക്കി മാറ്റപ്പെട്ടതോ അല്ലെങ്കിൽ തകർക്കപ്പെട്ടതോ ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ അതുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ തകർക്കപ്പെട്ട മുഴുവൻ ക്ഷേത്രങ്ങളും തിരികെ പിടിക്കണമെന്നോ അത് മുഴുവൻ ഹിന്ദുക്കൾക്ക് വിട്ടുകിട്ടണമെന്നൊരു അവകാശവാദം ഒരു ഹിന്ദു സംഘടനയും ഇതുവരെ മുന്നോട്ട് വച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഹിന്ദു സംഘടനകളിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന RSS പോലുള്ള സംഘടനയുടെ സർസംഘചാലകൻ മോഹൻജി ഭാഗവതിൻ്റെ പ്രസ്താവന തന്നെ ഇതിനകം വന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാ ആരാധനാലയങ്ങളുടെയും അടിയിൽ പോയിട്ട് ശിവലിംഗം തിരയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ നമ്മൾ ചില വസ്തുതകൾ ഇങ്ങനെ പറയുകയാണ്. ആ വസ്തുതകൾ പറയുമ്പോൾ അതെല്ലാം ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം പിടിച്ചു വാങ്ങാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് എന്നുള്ളത് ചില തൽപര കക്ഷികൾ അവരുടെ ആസൂത്രിതമായ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അഴിച്ചുവിടുന്നതാണ്. അപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ ഈ പ്രചരണം നടത്തുന്നതും ഈ പ്രചരണം ഏറ്റെടുത്ത് ഇത് വലിയ വിവാദമാക്കി മാറ്റിയതും ആരാണ്? ഇപ്പോൾ നമുക്കറിയാം, മീഡിയ വൺ പോലുള്ള ചില ചാനലുകൾ, ചില സുഡാപ്പികൾ, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുഡാപ്പി, കമ്മി വിഭാഗങ്ങളാണ് ഇതിന് വലിയ തോതിൽ പ്രചരണം കൊടുത്ത് ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ ചർച്ചയാക്കി മാറ്റുന്നത്. അപ്പോൾ അവരും ഒരു സമ്മർദ്ദത്തിലാണ്, ഇതിനൊരു മറുപടി പറയാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ പോലുള്ള ആരാധ്യരായിട്ടുള്ള ബിഷപ്പുമാർ ഇതിന് മറുപടി പറയാൻ വേണ്ടി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. കാരണം അവരുടെ ഇടയിൽ നിന്നൊരു സമ്മർദ്ദം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇതൊരു ചരിത്രമാണ്. നമുക്ക് ഇത്തരം ചരിത്രങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ പള്ളികളൊക്കെ തിരിച്ചു വേണം എന്നോ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കണം എന്നോ അർത്ഥത്തിലല്ല. അങ്ങനെയാണെങ്കിൽ 3000 ക്ഷേത്രങ്ങളും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ പോലും യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത്, ഞങ്ങൾ കാശി, മധുര, അയോധ്യ ഈ 3 ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളാണ് പണ്ട് മുതലേ അത് തന്നെയാണ് ആ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ എന്നിട്ടും ഞാൻ പറയുന്നത്, കാശിയുടെയും മധുരയുടെയും കാര്യത്തിൽ RSSO അല്ലെങ്കിൽ വിശ്വഹിന്ദു ഒരു ഔദ്യോഗികമായ നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു നിലപാട്, ഔദ്യോഗികമായ ഒരു പ്രക്ഷോഭം അത് മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഗൗതം, നമ്മുടെ ചരിത്രത്തിൽ ഒട്ടനവധി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ലോകത്ത് അങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ ആ കാര്യത്തിൽ ക്രൈസ്തവ സഭയെ ഒരു മാതൃകയായിട്ട് തന്നെ കാണുന്നത്. അതിൻ്റെ കാരണം, ജോൺ പോൾ മാർപ്പാപ്പയാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളോട് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. കാരണം ക്രൈസ്തവ സഭയുടെ അധിനിവേശം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇൻക്വിസിഷൻസ്, ക്രൈസ്തവ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, മതം മാറ്റങ്ങൾ, അധിനിവേശങ്ങൾ കൊണ്ട് ഒരുപാട് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ മതം മാറ്റുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട് ഈ കുരിശ് യുദ്ധങ്ങളുടെ കാലത്തൊക്കെ. അപ്പോൾ അങ്ങനെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ തന്നെ പല രാജ്യങ്ങളോടും മാപ്പ് ചോദിച്ച സംഭവമുണ്ട്. അതാണ് ഒരു സിവിലൈസ്ഡ് മാനർ എന്ന് പറയുന്നത്. സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സമൂഹം സ്വീകരിക്കേണ്ടത് അങ്ങനെയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റ് നമുക്ക് തിരുത്തേണ്ടത്, അല്ലെങ്കിൽ ആ തെറ്റിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു, തെറ്റാണെന്ന് അംഗീകരിക്കുക. ഈ ഒരു മനോഭാവം ഇന്ത്യയിലെ മുഗൾ ആക്രമണ കാലത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ വിഷയത്തിൽ, മതം മാറ്റപ്പെട്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ വിഷയത്തിൽ ഒക്കെ ഇവിടുത്തെ മുസ്ലിം മത നേതൃത്വം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. ഈ പറയുന്ന ആളുകളൊക്കെ ന്യായീകരിക്കുകയാണ്. ഔറംഗസീബിനെ മഹാനാക്കുന്നു, ടിപ്പുവിനെ മഹാനാക്കുന്നു, മുഹമ്മദ് ഗോറിയൻ മഹാനാക്കുന്നു, ബാബറിനെ മഹാനാക്കുന്നു, ഈ ആക്രമണങ്ങളെയൊക്കെ വെള്ളപൂശുന്നു, ഈ ആക്രമണങ്ങൾ നടന്നിട്ടില്ലെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ചരിത്രത്തെ വെള്ളപൂശിയെടുക്കുന്ന ഒരു സമീപനം ഇവിടെയാണ് അടിസ്ഥാന പ്രശ്നം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാർപ്പാപ്പയുടെ ആ മാതൃകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം മത നേതൃത്വം ഇവിടെ സ്വീകരിക്കേണ്ടത്. മുസ്ലിം മത നേതൃത്വം അത് ഇപ്പോൾ നമുക്കറിയാം, സാദിഖ് അലി തങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് സാദിഖ് അലി തങ്ങളുടെ ഒരു പ്രസ്താവന വന്നു. മാതൃകയാണത്. രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ ഒരു മാതൃകാപരമായ സമീപനമാണ്. ഈ സമീപനത്തെ ഇങ്ങനെ സമീപനം എടുക്കാൻ തയ്യാറായാൽ പോലും അതിനകത്ത് പിന്നിൽ നിന്നും തുരങ്കം വയ്ക്കുന്ന ആൾക്കാരാരാന്നറിയും? കമ്മ്യൂണിസ്റ്റുകാരാണ്.
ഇടത് ഹിസ്റ്റോറിയൻസ്, ഇടത് ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു കോംപ്രമൈസിലേക്കോ അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്കോ സമന്വയത്തിലേക്കോ വന്നാൽ അതിനെ എതിർത്ത് തകർക്കാൻ ഇത് MGS നാരായണൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1990 ചന്ദ്രശേഖരന്റെ ഗവൺമെന്റ് ഭാരതം ഭരിക്കുന്ന സമയത്ത്. പക്ഷേ ഇവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. BJPക്ക് വലിയ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ക്രിസ്ത്യാനികളുടെയും കൂടി ഒരു പിന്തുണയോടുകൂടി അവിടെ BJPക്ക് കയറാൻ വേണ്ടി സാധിക്കുള്ളൂ, വിജയിച്ച് കയറാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അവരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന BJP വന്നു കഴിഞ്ഞാൽ നമ്മളെ പള്ളികളെല്ലാം തിരിച്ചു പിടിക്കും എന്ന് പറയുന്ന ഒരു തോന്നലാണ് താങ്കളുടെ ഈ ഒരു അഭിപ്രായത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാരണം നാട്ടാൽ തന്നെ വലിയ ആളുകൾ ഇപ്പം ക്രിസംഗികൾ എന്നറിയപ്പെടുന്ന കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുകയാണ്. അല്ല, അതെ, അത്തരത്തിലുള്ള പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഏതെങ്കിലും ചില ഭാഗങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ, കുപ്രചരണങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഗൗതം. ഇന്ന് തുർക്കിയിൽ 1000 വർഷം ക്രിസ്ത്യൻ പള്ളിയായി തുടർന്നിരുന്ന ചോറ പള്ളി ഇന്ന് മുതൽ അവിടെ നമാസ് ആരംഭിക്കുകയാണ്. ഇവിടെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ആരാധനാലയം പിടിച്ചടക്കി സ്വന്തമാക്കിയ ഒരു ചരിത്രം ഹിന്ദുവിൻ്റെ ചരിത്രത്തിൽ ഇല്ല. അത് ഹിന്ദു ഐഡിയോളജിക്ക്, ഹൈന്ദവ സംസ്കാരത്തിന്, ഹിന്ദുത്വത്തിനെതിരാണ്, ഹൈന്ദവ സമൂഹത്തിൻ്റെ സ്വഭാവത്തിനെതിരാണ്. ഒരാളുടെയും അയോധ്യയിലെ സംഭവം അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ളത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. തകർത്തത് ബാബറാണോ എന്നുള്ളതിനെ കുറിച്ച് തെളിവില്ല. അവിടെ ആ ഒരു ക്ഷേത്രത്തിന്റെ മാസീവ് കൺസ്ട്രക്ഷന്റെ മാസീവായിട്ടുള്ള ആ അവശിഷ്ടങ്ങളുടെ പുറത്താണ് അവിടെ ഒരു പള്ളി പണിതത് എന്ന് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി ഹിന്ദുക്കൾക്ക് അനുകൂലമായത്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ബാബർ പണിയുന്നതിന് മുമ്പ് അവിടെ ആരാധന നടത്തിയിട്ടുണ്ട്. സിഖ് ഗുരുക്കന്മാർ വന്ന് ആരാധന നടത്തി. ഇതെല്ലാം തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് രാമന്റെ ജന്മഭൂമിയാണ്. അത് ഹിന്ദുക്കൾക്ക് ജെറുസലേം പോലെ, മെക്ക പോലെ പവിത്രമാണ്. ഒരു വിദേശിയുടെ സ്മാരകമാണ് അവിടെ ഉള്ളത്. ഈ കാര്യങ്ങൾ കൊണ്ടാണ് അത് തിരിച്ചു വേണമെന്ന് നമ്മൾ പറഞ്ഞത്. അത് തന്നെയാണ് കാശിയുടെയും മധുരയുടെയും കാര്യത്തിൽ. അത് ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയാണ്. കാശി ശിവനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പവിത്രമായിട്ട് അവർ കാണുന്ന 3 സ്ഥലങ്ങൾ അത് തിരികെ വേണം എന്നൊരു അഭിപ്രായവും അറിയാതെ 3,000 ക്ഷേത്രങ്ങളിൽ, ചിലത് 30,000 40,000 വരുന്നവർ പറയുന്നുണ്ട് ക്ഷേത്രങ്ങൾ. അപ്പൊ ഇതെല്ലാം തിരിച്ചു പിടിക്കുക, അർത്തുങ്കല് വേണം തിരിച്ച്, അല്ലെങ്കിൽ പാലിയൂര് വേണം തിരിച്ച്, അങ്ങനെ ഒരു കാഴ്ചപ്പാടാരും അവതരിപ്പിച്ചിട്ടില്ലല്ലോ. പക്ഷെ വസ്തുത പറയുമ്പോൾ നമ്മൾ സത്യം, അതായത് വസ്തുതകൾ പറയുമ്പോൾ ആ വസ്തുതകൾ പറയാതെ മുന്നോട്ട് പറയുന്നത് താങ്കൾ വസ്തുതകൾ പറഞ്ഞെന്ന് മാത്രമാണ്. ഇത്തരം പള്ളികളൊന്നും തിരിച്ചു വേണ്ട. ഇത്തരം പള്ളികളുടെ അയോധ്യയെ തിരിച്ചു പിടിച്ചതുപോലെ മറ്റൊന്നും അല്ല, അങ്ങനെ ഒരു അവകാശവാദം ഒരു ഹിന്ദു സംഘടന ഉന്നയിച്ചിട്ടില്ലെന്നും. ഇപ്പോൾ അർത്തുങ്കൽ പള്ളി, ഇപ്പോൾ അവിടെ അർത്തുങ്കൽ പള്ളിയെ സംബന്ധിച്ചൊരു അവകാശവാദം വരാൻ കാരണമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷയം വരാൻ കാരണമുണ്ട്. ഇപ്പോൾ ഞാൻ മലയാറ്റൂർ പള്ളിയെ കുറിച്ച് പറഞ്ഞത്, മലയാറ്റൂർ പള്ളിയുടെ ആ കാര്യം പറഞ്ഞത് ഹിന്ദു സംഘടനകളായിരുമല്ല. മലയാറ്റൂർ പള്ളിയുടെ ആ വിഷയം പറഞ്ഞത് എറണാകുളം നമ്മുടെ ജില്ലാ കളക്ടറായിരുന്ന എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അപ്പോൾ ഇത് ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിലും അത് വസ്തുത പറയുന്നു നമ്മൾ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൂടി നാളെ വേണം എന്നൊരു അവകാശവാദം ഇപ്പോൾ ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി ശ്രമം നടത്തുന്നത് ചില തൽപര കക്ഷികളാണ്. അവർക്ക് ഈ പറയുന്ന എന്തൊരു സ്നേഹമാണ് ക്രൈസ്തവരോട് എന്നറിയും, എന്തൊരു സ്നേഹമാണ്. ഇപ്പൊ മണിപ്പൂർ ചീറ്റിപ്പോയി. യഥാർത്ഥത്തിൽ മണിപ്പൂർ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു. കേരള മുഖ്യമന്ത്രിക്ക് ക്രൈസ്തവ വിഭാഗത്തോട് ഒരു അടുപ്പമില്ല, അല്ലെങ്കിൽ ഒരു പിന്തുണ കൊടുക്കുന്നില്ല എന്ന് താങ്കൾ തോന്നുന്നു? ഇപ്പോ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് മറ്റേ ഓർത്തഡോക്സ് വിഭാഗമല്ലേ പിണറായി വിജയനെതിരെ പ്രസ്താവനയായിട്ട് വന്നത്. ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ കൂടെ നിർത്തിയും മറുവിഭാഗത്തെ ശത്രുക്കളാക്കിയിട്ട് അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അവരുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി. ഇപ്പൊ ഞാൻ പറഞ്ഞു, JB കോശി റിപ്പോർട്ട് നടപ്പാക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറുണ്ടോ? JB കോശി പാലോളി കമ്മിറ്റിയുടെ കൊണ്ടുവന്നു, പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഴുവനായിട്ട് നടപ്പാക്കുന്നു. JB കോശിയുടെ റിപ്പോർട്ട് നടപ്പാക്കുമോ? ഈ സർക്കാരിനോട് സമീപനം ക്രൈസ്തവ സഭ ചോദിക്കുന്ന ചോദ്യമല്ലേ ആ കാര്യത്തിൽ? എന്താ ഈ സർക്കാരിന് വല്ല മറുപടി ഉണ്ടോ കാര്യത്തിൽ? അപ്പോൾ ക്രൈസ്തവരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വോട്ടിന് വേണ്ടിയുള്ള ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ക്രൈസ്തവ വിഭാഗത്തോടൊപ്പം പിണറായി സർക്കാർ നിൽക്കുന്നില്ല. ക്രൈസ്തവരെ ശത്രുക്കളായിട്ട് കാണുന്നു എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ഇത് പറയുന്നതാരാ? ക്രൈസ്തവരെ ശത്രുക്കളായിട്ട് കാണുന്നു എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയിലെ മത നേതൃത്വം തന്നെ പറയുകയല്ലേ. അപ്പം ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. ഈ തെറ്റിദ്ധാരണയുടെ അത് വില പോകാൻ പോകുന്നില്ല. ക്രൈസ്തവർ വളരെ വിദ്യാഭ്യാസമുള്ളവരും ബുദ്ധിയുള്ളവരുമാണ്. അവരുടെ ഇടയിൽ ഈ തരത്തിലുള്ള കുപ്രചരണം അഴിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ട് അത് ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്. അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. ഞാൻ വസ്തുതകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ വസ്തുതകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം അവകാശവാദവുമായിട്ട് നാളെ ഒരു സമരമായിട്ട് ഇറങ്ങി പുറപ്പെടണം എന്നുള്ളത് ഒരു ഹിന്ദു സംഘടനയുടെയും നിലപാടല്ല. ഇപ്പം കേരളത്തിലെ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് എലിമെന്റ്സ് ഒരു ആക്രമണമായിട്ട് വന്നു കഴിഞ്ഞാൽ
എന്തായിരിക്കും ഹിന്ദു ഐക്യവേദിയുടെ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുടെ ഒരു നിലപാട്? അല്ലെ, ഒരു ആരാധനാലയത്തിനെതിരെയും ഉള്ള ആക്രമണത്തെ ഹിന്ദു സംഘടനകൾക്ക് അനുകൂലിക്കാൻ പറ്റില്ല. കാരണം ഹിന്ദു സമൂഹത്തിൻ്റെ സ്വഭാവം അതാണ്. ഞാൻ പറഞ്ഞത് ഹിന്ദു സമൂഹത്തിൻ്റെ സ്വഭാവമാണ് എല്ലാ മതങ്ങളെയും ആരാധിക്കുകയും ആദരിക്കുകയും ഒരേപോലെ കാണുകയും ചെയ്യുക എന്നുള്ളത്. അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് ഭരണഘടന വരുന്നതിന് മുമ്പുള്ള സ്വഭാവമാണ്. ഭരണഘടനയുടെ തത്വം അനുസരിച്ച് കൊടുക്കുന്നതല്ല. ഭരണഘടന വരുന്നതിന് മുമ്പ് ഹിന്ദുക്കൾ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. നാളെയും ഹിന്ദുക്കൾക്ക് ഒരു ആരാധനാലയത്തിന് നേരെയും നടത്തുന്ന അക്രമത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല, അനുകൂലിക്കില്ല. ഇവിടെ ആരാധനാലയങ്ങൾ തകർത്തത് ആ സംഭവം ഉള്ളത് കണ്ണൂരാ, തലശ്ശേരി കലാപകാലത്താണ്. ആരാ തകർത്തത് എന്നുള്ളത് മുസ്ലിം സമൂഹത്തിലെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് മുസ്ലിം പള്ളികൾക്ക് നേരെ അക്രമം നടത്തിയത് എന്ന് വിധേയത്വൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മൊഴി കൊടുത്തത് മുസ്ലിം നേതാക്കന്മാരാണ്. അപ്പോൾ ഇവിടെ പള്ളികൾക്ക് നേരെ അക്രമം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടിയുടെ ഗുണ്ടകളാണ് എന്നുള്ള കാര്യത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുവായ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഏത് ഗ്രൂപ്പായാലും ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന് നടത്തുന്ന അക്രമത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അടിവരയിട്ട് പറയാനായിട്ട് ഹിന്ദു ഐക്യവേദിക്ക് ഒരു മടിയില്ല. എന്തായാലും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇതിനെ ചൊല്ലിയിട്ടുള്ളത് അവസാനിക്കട്ടെ. തൃശ്ശൂരിൽ BJP വിജയിച്ചു കയറുമെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല. BJP വിജയിക്കാനുള്ള സാഹചര്യമുണ്ട്. വിജയിക്കണമെങ്കിൽ അവർക്ക് ആ നിലയ്ക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ ഈ ഒരു അഭിപ്രായം അവരെ ഒരു രീതിയിലും ബാധകമാക്കില്ല അല്ല. അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ വരും, അവർ ചിന്തിച്ചോളും എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഈ ഒറ്റ പ്രസ്താവനയല്ല, അതിന് സമൂഹത്തിൽ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ ഒരു മാറ്റം വരാനിടയായത്, ഒരു മാറ്റത്തിന്റെ കാറ്റ് വരാൻ ഇടയായത്? അവർ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ഒരു കാര്യം വളരെ ഗൗതം മനസ്സിലാക്കേണ്ടത്, സംഘപരിവാറുമായിട്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായ സമന്വയത്തോടു കൂടിയിട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ക്രൈസ്തവരുടെ ഇടയിൽ ഒരു മാറ്റം. അല്ലെങ്കിൽ BJPയുടെ എല്ലാ നയങ്ങളോടും ക്രൈസ്തവരുടെ യോജിപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. പക്ഷെ വിയോജിപ്പിന്റെ മേഖല നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാവുന്ന മേഖലകളുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ യോജിപ്പിന്റെ മേഖല കണ്ടെത്തിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗങ്ങളും സൗഹാർദ്ദത്തോടുകൂടി കഴിയട്ടെ. രാഷ്ട്രീയം ആ വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാതിരിക്കട്ടെ. മതേതരത്വത്തിന്റെ വലിയൊരു പാരമ്പര്യമുള്ളൊരു നാടാണ് കേരളത്തിൽ. അപ്പം എല്ലാവരും സഹവർത്തിത്വത്തോടുകൂടെ കഴിയട്ടെ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.